ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന വുമൻസ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ മികച്ച ചോദ്യങ്ങൾ. വനിതാ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തിരഞ്ഞെടുപ്പിനായി ജൂൺ 29 നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തി. വിവിധ സിലബസ് ഭാഗങ്ങളിൽ നിന്നെല്ലാം ഗൗരവമുള്ള ചോദ്യങ്ങളാണ് കൂടുതലായും ചോദ്യപേപ്പറിൽ ഇടം പിടിച്ചത്. ചോദ്യങ്ങളുടെ പൊതു സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ 55 മുതൽ 60 മാർക്ക് റേഞ്ചിലുള്ള കട്ട് ഓഫ് മാർക്ക് ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പൊതുവിജ്ഞാന ഭാഗത്തെ ചില ചോദ്യങ്ങൾ ആശയക്കുഴപ്പമുള്ളവയായിരുന്നു. ഒരു ചോദ്യം തെറ്റായും വന്നു. മികവാർന്ന ചോദ്യങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള ആശയഗ്രഹണ പാടവം വിലയിരുത്തുന്നതായിരുന്നു. പൊതുവിജ്ഞാനത്തിലെ ചോദ്യങ്ങൾ. ചരിത്രത്തിൽ നിന്നുള്ള 5 ചോദ്യങ്ങളും പുതിയ ചോദ്യരീതിയിലേത് ആയിരുന്നു. എന്നാൽ ചില ചോദ്യങ്ങളിലെ ഉത്തരസൂചനകൾ ആശയക്കുഴപ്പമുണ്ടാക്കി. ഉദാഹരണത്തിന് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെപ്പറ്റിയുള്ള ചോദ്യത്തിൽ നൽകിയിരുന്ന ഉത്തരസൂചന വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ചോദ്യം തെറ്റി. സൂര്യനെ പറ്റി പഠിക്കാൻ 2013 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച പേടകം ഏതെന്നായിരുന്നു ചോദ്യം വന്നത്. എന്നാൽ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബറിലാണ് വിക്ഷേപിച്ചത്. വേറിട്ട ചോദ്യങ്ങൾ. പൊതുവിജ്ഞാന ഭാഗത്ത് നിന്ന് വന്ന ഏതാനും വേറിട്ട ചോദ്യങ്ങൾ. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാസിക് സർജറിക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏത്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു? മനുഷ്യജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? പരുത്തി മണ്ണുണ്ടാകുന്നത് ഏത് പാറപൊടിഞ്ഞാണ്? പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് 55-60. ഉറപ്പിനും ഉറപ്പില്ല. ബിരുദതല പ്രാഥമിക പരീക്ഷയ്ക്ക് 1.86 ലക്ഷം പേർ ഹാജരായില്ല. ഉറപ്പ് നൽകിയത് 5.22 ലക്ഷം പേർ. ഹാജരായത് 64.22% മാത്രം. PSCയുടെ ഈ വർഷത്തെ ബിരുദതല പൊതുപ്രാഥമിക പരീക്ഷ എഴുതിയത് ഉറപ്പ് നൽകിയവരിൽ 64.22% മാത്രമേ പരീക്ഷയ്ക്ക് ഹാജരായുള്ളൂ. 3 ഘട്ട പരീക്ഷ എഴുതാൻ മൊത്തം 5,22,088 പേരാണ് ഉറപ്പ് നൽകിയത്. അവരിൽ 3,35,294 പേർ മാത്രമേ പരീക്ഷ എഴുതിയുള്ളൂ. 1,86,794 പേർ ഹാജരായില്ല. ആദ്യഘട്ട പരീക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേർ ഹാജരാകാതിരുന്നത്. 63,555 പേർ. 3-ാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത്. 1,13,199 പേർ. ആദ്യ 2 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാനാകാത്തവർക്ക് 3-ാം ഘട്ടത്തിൽ അവസരം നൽകിയിരുന്നു. മെയ് 11 പരീക്ഷ ആരംഭിച്ചു. മെയ് 25 2-ാം ഘട്ടവും ജൂൺ 15 3-ാം ഘട്ടവും നടത്തി. ആദ്യ 2 ഘട്ടങ്ങളുടെ അന്തിമ ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. മൂല്യനിർണ്ണയവും ആരംഭിച്ചിട്ടുണ്ട്. 3-ാം ഘട്ടത്തിൻ്റെ അന്തിമ ഉത്തരസൂചിക വൈകാതെ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം മാർക്ക് സമീകരിച്ചാണ് അർഹതാ പട്ടിക തയ്യാറാക്കുന്നത്. പോലീസ് സബ് ഇൻസ്പെക്ടർക്കുള്ള അർഹതാ പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കും. അത് ജൂലൈ 15 കഴിയുമ്പോൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ മുഖ്യ പരീക്ഷ സെപ്റ്റംബർ 26 നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കേരള ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ, മെയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ, എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി, NCA, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറി എന്നിങ്ങനെ 11 കാറ്റഗറികളിലാണ് പൊതുപരീക്ഷ നടത്തിയത്. ഓരോ കാറ്റഗറിക്കും പ്രത്യേക അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ ഉൾപ്പെട്ടവർക്കാണ് മുഖ്യപരീക്ഷയ്ക്ക് അവസരം നൽകുന്നത്. മുഖ്യപരീക്ഷയുടെ മാർക്കാണ് പ്രധാനമായും റാങ്കിന് പരിഗണിക്കുന്നത്. അഭിമുഖം, അക്കാഡമിക് വെയിറ്റേജ് എന്നിവയുടെ മാർക്കും ചേർത്ത് റാങ്ക് നിർണ്ണയിക്കും. 36 തസ്തികകൾ PSC വിജ്ഞാപനം വരുന്നു. സർവകലാശാലകൾ സിസ്റ്റം മാനേജറിന് തസ്തികയിലും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി, എൻഡോക്രൈനോളജി, സർവകലാശാലയിൽ സിസ്റ്റം മാനേജർ, KSEBിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ, വാട്ടർ അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്റർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ടേർണിംഗ്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ, കയർ ഫെഡറൽ മെറ്റീരിയൽസ് മാനേജർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ലിമിറ്റഡ് അറ്റൻഡർ, ജനറൽ റിക്രൂട്ട്മെൻറ്റിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തിക മാറ്റം മുഖേന വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എറണാകുളം ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, മലപ്പുറം ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ഇടുക്കി പാലക്കാട് ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ LE ക്ലർക്ക് പട്ടികവർഗം, കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് വാച്ചർ, കേരളത്തിലെ വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവന്മാർക്ക് സാക്ഷരരുമായ വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകൾ. യുവാക്കരായിരിക്കണം. NCA മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനാട്ടമി, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്റ്റോളജി, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മാനേജർ, പോലീസ് വകുപ്പിൽ റെഗുലർ വിങ്, പോലീസ് കോൺസ്റ്റബിൾ മുസ്ലിം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്
കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് ഗോഡൗൺ മാനേജർ. NCA തലത്തിൽ വിവിധ ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക്. എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക്. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു. ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ്, തമിഴ് മീഡിയം, വിശ്വകർമ്മ. ഇതെല്ലാം വേക്കൻസി ഉടനെ തന്നെ ഉണ്ടാവും. ഉടനെ തന്നെ വിജ്ഞാപനം വരുന്നതായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ, മലയാളം. തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ സീവിംഗ് ടീച്ചർ. SIUC നാടാർ, OBC, LCAA. കൊല്ലം, പാലക്കാട് ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്, LPS, OBC, വിശ്വകർമ്മ. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ. വിവിധ ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, LP സ്കൂൾ, LCA, AI, പട്ടികജാതി പട്ടികവർഗം. ഇത്രയും വേക്കൻസീസ്, ഇത്രയും വിജ്ഞാപനം ഉടനെ തന്നെ വരും. മെയിനായിട്ടുള്ളത് സർവകലാശാല സിസ്റ്റം മാനേജർ തസ്തികയിലും അവസരം വരുന്നുണ്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.